ഈ പ്രകൃതിയിൽ എല്ലാത്തിനും ഒരു താളമുണ്ട്. കാറ്റിനുണ്ട്, വെള്ളത്തിൻ്റെ ഒഴുക്കിനുണ്ട്, ആഞ്ഞു പെയ്യുന്ന മഴത്തുള്ളികൾക്കുണ്ട്. എന്തിന്, നമ്മുടെ ഹൃദയമിടിപ്പിന് പോലുമുണ്ടൊരു താളം. ഹൃദയമിടിപ്പിൻ്റെ താളം നോക്കിയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ അവസ്ഥകളൊക്കെ നാം നിശ്ചയിക്കുന്നത്. ഇതേ താളം തന്നെ മനസ്സിനുമുണ്ട്. മനസ്സിൻ്റെ ഒരു ചെറിയ താളപ്പിഴ, ഒരു ചെറിയ മാറ്റം, ആ മാറ്റത്തോടു കൂടിയാണ് സുമുഖനും സുന്ദരനും ആരോഗ്യവാനും കുലീനനും അഭിമാനിയുമൊക്കെയായ ഒരാളിനെ കുടുംബപ്പേരുകളുടെ അകമ്പടിയില്ലാതെ, ഡിഗ്രികളുടെയും മേൽവിലാസങ്ങളുടെയും വ്യത്യാസമില്ലാതെ, മറ്റേതെങ്കിലും തരത്തിലുള്ള മതപരമായ വ്യത്യാസങ്ങളില്ലാതെ ഒറ്റവാക്കിൽ മതേതരത്വമായ പദത്തിൽ ഭ്രാന്തൻ, ഭ്രാന്തുള്ളവൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. അത്തരം മനുഷ്യർക്ക് പിന്നെ തിരസ്കരണമാണ്. അവർ കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാവർക്കും ബാധ്യതയായി മാറുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. മംഗളകരമായ ചടങ്ങുകൾക്ക് അവർ അശുഭകരമായി മാറും. വീടുകളിൽ തന്നെ ബാധ്യതയായിത്തീരും. പിന്നീട് ജീവിതത്തിൻ്റെ ദാരിദ്ര്യം കൂടിയുണ്ടെങ്കിൽ അത് പറയുകയേ വേണ്ട. വീട്ടിലാരെങ്കിലുമൊക്കെ തൊഴിലിനോ മറ്റുള്ളതോ പോകുമ്പോഴേക്കും ഈ താളം തെറ്റിയാൽ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിയങ്ങ് നടക്കുകയാണ്. നടന്നു തുടങ്ങുമ്പോൾ നമ്മളെപ്പോലെ സുന്ദരനായിരിക്കും. എന്നാൽ വീണ്ടും വീണ്ടും മുന്നോട്ട് പോകുന്നതിനിടയിൽ നമുക്കെല്ലാ ദിവസവും ഒരുങ്ങുന്നത് പോലെ ദീക്ഷ വൃത്തിയാക്കാനോ കുളിക്കാനോ കുളിപ്പിക്കാനോ കുളിക്കുന്നില്ലേ എന്ന് ചോദിക്കാനോ ഒന്നും തെരുവിൽ ആരും ഉണ്ടാകില്ല. ആ നടത്ത ചിലപ്പം വർഷങ്ങളോളമായിരിക്കും. നമ്മുടെ മുന്നിൽ വരുമ്പോൾ വൈരൂപ്യമാണ്, ഭ്രാന്തനാണ്. ചിലപ്പോൾ ചായ കുടിക്കാനോ വെള്ളം കുടിക്കാനോ എവിടെയെങ്കിലും വന്നാൽ എല്ലാവരും ആട്ടിപ്പായിച്ചെന്ന് വന്നേക്കും. വിശപ്പും ദാഹവുമൊന്നും ആരോടും പറയാനാവില്ല. ഇങ്ങനെ തെരുവിലൂടെ അനന്തമായി നടക്കുകയാണ്. ക്ഷീണം മനസ്സിൻ്റെ കൂടി ഭാവമാണെന്ന് തോന്നിപ്പിക്കുന്നതാണ് ഭ്രാന്തുള്ളവരുടെ നടത്തം. നമുക്ക് നടന്നൊന്ന് 10 കിലോമീറ്റർ എന്ന് പറയുന്നതിന് മുമ്പേ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ക്ഷീണിക്കും. പിന്നെ ശരീരം വേഗത്തിൽ ക്ഷീണിക്കും. ചില ഭ്രാന്തുള്ളവരെയൊക്കെ എത്രയോ നാളുകൾക്ക് മുമ്പ് കാണുന്നവർ മാസങ്ങൾക്ക് ശേഷം മറ്റൊരു സ്ഥലത്തു കൂടി അതുപോലെ നടന്നു പോകുന്നത് കാണാം. രോഗമുണ്ടാകില്ലേ, വിശപ്പുണ്ടാകില്ലേ, ദാഹമുണ്ടാകില്ലേ എന്നൊക്കെ ആര് എത്ര പേർ ഇവരെക്കുറിച്ച് ചിന്തിക്കുന്നു. ദേ ഒരു ഭ്രാന്തൻ നികൃഷ്ടഭാവത്തിൽ നോക്കി കടന്നു പോകുന്നു. എന്നാൽ അത്തരം മനുഷ്യർക്ക് ആശ്രയമായി തീരുന്ന ചില സ്ഥാപനങ്ങളുമുണ്ട്. ആ സ്ഥാപനങ്ങളെ അഭിനന്ദിക്കേണ്ടതാണ്, പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്, ചേർത്ത് പിടിക്കേണ്ടതാണ്. അത്തരമൊരു സ്ഥാപനത്തിൽ പോകാനൊരു സാഹചര്യം ഉണ്ടായി. ഞാൻ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിൽ അവിടെ കുറേ ജീവനക്കാരുണ്ട്. ആ ജീവനക്കാരിൽ കുറച്ചു പേർക്കൊരാഗ്രഹം മനസ്സിൽ തോന്നി. ഡിസംബറാണ്, വർഷാന്ത്യമാണ്, പുതിയ വർഷത്തിൻ്റെ തുടക്കമാണ്. എന്തെങ്കിലും ഒരു നന്മ ചെയ്ത് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു നന്മയിലൂടെ തുടങ്ങണം. അങ്ങനെ വളരെ കുറച്ചു പേർ സ്നേഹ ചലഞ്ച് എന്ന പേരിൽ ഒരു കൂട്ടായ പ്രവർത്തനത്തിന് രൂപം നൽകി. അതിലൂടെ ഓരോ ജീവനക്കാരും 500 മുതൽ 1500 രൂപ വരെയുള്ള തുകയ്ക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നത് എന്തെങ്കിലും വാങ്ങി നൽകുന്നതിനായി സഹായിക്കാമെന്നതായിരുന്നു അതിൻ്റെ പ്രഖ്യാപനം. കുറച്ചു പേർ അതിൽ പങ്കെടുത്തു. ആ പങ്കെടുത്ത തുക സമാഹരിച്ചുകൊണ്ട് കുറേ സുഹൃത്തുക്കളുമായി അങ്ങ് എടത്തുവായിലേക്ക് ഒരു യാത്ര നടത്തി. ആ എടത്തു വരെയുള്ള യാത്രയും ഒരുപാട് ഓർമ്മകൾ ഇരമ്പുന്നതായിരുന്നു. ഹരിപ്പാട് നിന്ന് തിരിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രളയക്കെടുതിയിൽ മുങ്ങിത്താഴ്ന്നിരുന്ന അവസ്ഥയിൽ അവിടെ സാധനങ്ങളും സാമഗ്രികളുമായൊക്കെ പോയതും റോഡിൽ ആളുകൾ നിന്ന് നിലവിളിച്ചതുമൊക്കെ വെറുതെ മനസ്സിലൂടെ കടന്നുപോയി. പക്ഷേ എന്തു മനോഹരമായ പാടമാണെന്നോ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന പാടം, മനസ്സ് നിറയുന്ന കാഴ്ചകൾ. അങ്ങനെ ഞങ്ങൾ സ്നേഹഭവനിലെത്തി. ഈ സ്നേഹഭവൻ ജോയിക്കുട്ടി എന്ന് പറയുന്ന ഒരു കാലത്ത് കോൺട്രാക്റ്റ് വർക്കുകളുമൊക്കെയായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ അർപ്പണബോധത്തോടെ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഏതാണ്ട് 128 വ്യത്യസ്തരായ മനുഷ്യർ അവിടെയുണ്ട്. പല പ്രായത്തിലുള്ളവർ, പല ദേശത്തുള്ളവർ, പല മതങ്ങളിൽപ്പെട്ടവർ. എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ മേൽവിലാസം. ഭ്രാന്തുള്ളവർ, മനസ്സിൻ്റെ താളം തെറ്റിയവർ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സുഖകരമായ ആരോഗ്യമുള്ളവരുടെ താളത്തോടൊപ്പം ലയിക്കാൻ കഴിയാതെ പോയ മനുഷ്യർ. ആ മനുഷ്യരെ സംരക്ഷിക്കുന്ന സ്ഥാപനം നല്ല വൃത്തിയിൽ, വെടിപ്പിൽ, മെനയായി അത് സംരക്ഷിച്ചിരിക്കുന്നു. അത്തരമൊരു സ്ഥാപനത്തെ നിർദ്ദേശിച്ചത് സിദ്ദീഖ് മംഗലശ്ശേരി എന്ന ജീവകാരുണ്യ പ്രവർത്തകനാണ്. അദ്ദേഹവും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. സാധാരണ
മാനസിക രോഗം ബാധിച്ചവരുടെ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന വൃത്തിരാഹിത്യം, അത് വൃത്തിരാഹിത്യമെന്ന് അവരെ കുറ്റപ്പെടുത്താനാവില്ല. ഒരു മനുഷ്യനെപ്പോലും ഒരു കുടുംബത്തിൽ സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ 100, 150, 200 ആളുകളെ എങ്ങനെ, ആർക്ക്, എത്ര കണ്ട്, എത്ര നാൾ? എന്നാൽ ഇവിടെ അതെല്ലാം വളരെ മനോഹരമായും ചിട്ടയായും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ നേഴ്സാണ്. അതുകൊണ്ട് തന്നെ ആ പരിചരണവും ഈ രോഗികൾക്ക് ലഭിക്കുന്നു. ഒപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരും മെഡിക്കൽ ക്യാമ്പുകളുമായി അവിടെ എത്തിച്ചേരാറുണ്ട്. ഒരു മകൻ വൈദികനാണ്. അതിൻ്റെയും പിന്തുണ അദ്ദേഹത്തിനുണ്ട്. അവിടെ തന്നെ ഒരു കുടുംബമായി കഴിയുന്ന ഈ ജോണിക്കുട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ അർപ്പണത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം തന്നെയാണ് പലപ്പോഴും ഈ രോഗികളായിട്ടുള്ളവരെ പരിചരിക്കുന്നതും കുളിപ്പിക്കുന്നതും എല്ലാം. അവിടെ കുറേ സമയം ചെലവഴിച്ചു. അവർക്ക് ഞങ്ങൾ വാങ്ങിക്കൊണ്ടുപോയ സംഗതികൾ കൈമാറി. പിന്നെ അവിടെയെല്ലാം കൂടെ ചേർന്ന് ഒരു പയ്യനെന്ന് പറഞ്ഞുകൂടാ, പിന്നെ ഇങ്ങനെയൊക്കെയുള്ളവർക്ക് പ്രായമില്ലല്ലോ. നമ്മുടെയൊക്കെ പ്രായം അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നത് കൊണ്ടും അവർ കുറിച്ചു വെക്കുന്നത് കൊണ്ടും ഓരോ വർഷവും അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ടുമാണ്. ഈ ഭൂമിയിൽ പ്രായമില്ലാത്ത മനുഷ്യരുണ്ട്. എത്ര പ്രായമെന്ന് ചോദിച്ചാൽ നമ്മൾ കൽപ്പിക്കുന്നതാണ് പ്രായം. അങ്ങനെ പ്രായം നിശ്ചയിക്കാനാവാത്ത ഒരു ചെറുപ്പക്കാരനോ വൃദ്ധനോ ജ്യേഷ്ഠനോ അനുജനോ എനിക്കറിയില്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അവസാനം വരെ കൂടെ വന്ന് യാത്രയാക്കുന്നത് വരെ ഒപ്പം നിന്നൊരാൾ. എറണാകുളം ജില്ലാ കളക്ടർ സർക്കാരിൻ്റെ പ്രത്യേക പരിപാടിയിലൂടെ കണ്ടെത്തിയ അനാഥരായ 128 പേരെയോ മറ്റോ ഇങ്ങനൊരു പ്രത്യേക പദ്ധതിയിൽ ഈ സ്ഥാപനത്തിലേക്ക് നൽകിയതാണത്രേ. അവരെയും ജോണിക്കുട്ടി അച്ചായൻ നന്നായി പരിചരിക്കുന്നു. കാണേണ്ട സ്ഥാപനമാണ്, സഹായിക്കേണ്ട സ്ഥാപനമാണ്. നമ്മുടെ ഉള്ളിലൊക്കെ ഈ ഭ്രാന്തരും അനാഥരും അഗതികളും രോഗികളുമൊക്കെയായ മനുഷ്യരുടെ ചിന്തകൾക്ക് ഒരിടം വേണം. കാരണം നമുക്കറിയില്ല നാളെ നമ്മളെ കാത്തിരിക്കുന്ന കാഴ്ച എന്താണെന്ന്. ഏതായാലും ആ മനോഹരമായ ഒരുപാട് ഗുണപാഠങ്ങളുള്ള മനസ്സിനെ സ്പർശിച്ച ആ യാത്ര വേറിട്ടതാണ്. അത് എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്നു.